VP സിംഗ് പ്രധാനമന്ത്രിയുടെ സഭയിലിരിക്കുമ്പോൾ നേരെ എതിരിയിരിക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. VP സിംഗിൻ്റെ പ്രസംഗത്തിൽ രാജീവ് ഗാന്ധി എണീറ്റാൽ എന്തു ചെയ്യും? VP സിംഗ് അവിടെ ഇരിക്കും. രാജീവ് ഗാന്ധിക്ക് പറയാനുള്ളത് കേട്ടിട്ടായിരിക്കും അദ്ദേഹം പിന്നെ സംസാരിക്കും. അതുപോലെ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വാജ്പേയി ആയിരുന്നു പ്രതിപക്ഷത. വാജ്പേയി എണീറ്റാൽ സദേൺ റെയിൽവേയിലെ കട്ടയ്ക്ക് ഉടക്കായിരുന്നു. ഒരു കാരണവശാലും ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലെന്ന കട്ടയ്ക്കുള്ള ഉടക്കായിരുന്നു. ഞാനും വിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ അന്ന് അതല്ല. അന്ന് ശക്തർ കൗൾ എന്ന് പറയുന്ന പാർലമെൻ്ററി വിദഗ്ധന്മാരുടെ ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രസംഗങ്ങളും അവർ പറയുന്ന റൂളുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് എല്ലാ റൂളുകളും വെച്ചുകൊണ്ടാണ് ഖണ്ഡിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇപ്പോൾ റൂളൊന്നും ആരും നോക്കാറുമില്ല. ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, പുറത്തുനിന്നുണ്ടായിരുന്നു, സൈബർ ഇടങ്ങളിലുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് കുറഞ്ഞതിനെ ബാധിച്ചിട്ടുണ്ട്? നന്നായിട്ട് ബാധിച്ചു. കാരണം ഈ ഷാജഹാനെ പോലെയുള്ള ഷാജൻ സ്കറിയെ പോലെയുള്ള മറുനാടനും ഷാജഹാനെ പോലെയുള്ള ഓൺലൈനിൽ സ്ഥിരം ആളുകളെ തെറി പറയുന്ന നേതാക്കന്മാരെ തെറി പറയുന്ന ആളുകളൊക്കെ 3-4 വീഡിയോയാണ് എനിക്കെതിരെ ചെയ്തത്. ഞാൻ എന്തുകൊണ്ട് മാറിക്കൊടുക്കുന്നില്ല, ഇയാൾ എന്നെ ഒരു പുഴുക്കുത്തൊന്നു വരെ ഈ ഷാജഹാനൊക്കെ വിശേഷിപ്പിച്ചു. ഞാൻ കോടികൾ ഇതിനിടയിൽ ഈ യഥാർത്ഥത്തിൽ 8 പ്രാവശ്യം ജയിച്ച 8ാമത്തെ പ്രാവശ്യത്തിൻ്റെ കാൽക്കുലേഷൻ വരുന്നതാണ്. അപ്പോൾ 7 പ്രാവശ്യം ജയിച്ച ആളാണ്. 7-5 35 വർഷം എന്നാണ് എല്ലാവരും 5 വർഷം കണക്കുള്ളത്. യഥാർത്ഥത്തിൽ 26-27 വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ കൂടെ കണക്കാക്കിയ. കാരണം ഞാൻ ആദ്യത്തെ ലോക്സഭയിൽ പോകുമ്പോൾ 9 ലോക്സഭയിൽ പോകുമ്പോൾ അന്ന് ആ ലോക്സഭ 1.5 വർഷമേ പോയുള്ളൂ. അത് 5 വർഷം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നരസിംഹറാവിൻ്റെ ഗവൺമെൻറ് 5 വർഷം പോയി. അത് കഴിഞ്ഞ് വരുന്ന ദേവഗഡ ഗുജറാത്ത് അതും 1.5-2 വർഷം കാലാവധി പൂർത്തിയാക്കില്ല. അത് കഴിഞ്ഞ് വന്ന വാജ്പേയി ഗവൺമെൻറ് 4 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ പോയി 5 വർഷം പൂർത്തിയാക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ മത്സരിച്ചത് 7 പ്രാവശ്യമാണെങ്കിലും കഴിഞ്ഞ ലോക്സഭ ഇപ്പോഴത്തേനും മുമ്പത്തെ മത്സരത്തിൽ 7 പ്രാവശ്യമാണെങ്കിലും പാർലമെൻറ്റിൻ്റെ ലോക്സഭയിലെ കണക്കാക്കുമ്പോൾ ഞാൻ 27 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോഴാണ് 28ാമത്തെ വർഷത്തിലേക്ക് കണക്കാണ്. 5 ടൈമിൻ്റെ കാലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 35-40 വർഷം ഒക്കെ ആയവരും MLA-മാരായിരുന്നവരും MP-മാരായിരുന്നവരും മാറിയും തിരിഞ്ഞും മത്സരിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർക്കൊന്നും ഒരു വിമർശനമില്ല. അവരെ ഒന്നും മാറണമെന്ന് ഇവരാരും ആവശ്യപ്പെടുന്നില്ല. എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് അത് ഒരു ഗൂഢാലോചന അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ 7-5-35 ഇനി ഇത് 8ാമത്തെ പ്രാവശ്യം 40 വർഷമാവുന്നു, ഇയാൾക്ക് മാറിക്കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ എൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരും ഞാൻ എങ്ങനെ ഈ മണ്ഡലത്തിൽ ജയിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതിയ വോട്ടർമാരെയൊക്കെ നന്നായി സ്വാധീനിച്ചു. അത് എൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആക്ടിവിസ്റ്റുകളാണ് എനിക്കെതിരായിട്ട് അത്തരം ഒരു ആരോപണം കൊണ്ടുപോകുന്നത്. അത് പുതിയ വോട്ടർമാരുടെയിലും കുറേ വോട്ടർമാരുടെയിൽ പുതിയ വോട്ടർമാരുടെയിലൊക്കെ അത് ബാധിച്ചു. ആ രീതിയിലാണ് എനിക്ക് ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞത്. 1. 2, മാവേലിക്കര ലോക്സഭാ മണ്ഡലം മറ്റു മണ്ഡലങ്ങളെപ്പോലെ UDFന് അതിഭയങ്കരമായ മെജോറിറ്റിയുള്ള മണ്ഡലമല്ല. കാരണം പുതിയ മാവേലിക്കര മണ്ഡലത്തിൻ്റെ സ്വഭാവം അതാണ്. LDFന് നല്ല രീതിയിൽ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോഴത്തെ മണ്ഡല പുനർനിർണയത്തിൽ ഇതിൽ UDFന് അല്പം അഡ്വാൻറ്റേജ് ഉള്ളത് ചങ്ങനാശ്ശേരി മാത്രമാണ്. ചങ്ങനാശ്ശേരിയിൽ മാത്രമാണ് ഒരു 10,000-20,000 അഡ്വാൻറ്റേജ്. ബാക്കിയെല്ലാം LDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. നല്ല കൊട്ടാരക്കര, പത്തനാപുരം എല്ലാം മണ്ഡലങ്ങളാണ്. ഇവിടെ പിന്നെ ഞാൻ നേരിട്ടത് എങ്ങനെയാണ്? ഇവിടെ 4 മന്ത്രിമാർ ഈ മണ്ഡലത്തിലുണ്ട്. ഈ മണ്ഡലത്തിൽ ഗണേഷ് കുമാർ, ബാലഗോപാൽ, സജി ചെറിയാൻ, പിന്നെ പ്രസാദ് എന്ന് പറയുന്ന ചേർത്തലയിൽ നിന്ന് MLA ആണെങ്കിലും മാവേലിക്കരൊക്കെ 100 നാട്ടുകാരനാണ്. ഈ 4 മന്ത്രിമാരെ എനിക്കെതിരെ ഇവിടെ എന്നെ തോപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുക. പിന്നെ LDFൻ്റെ 5 MLA-മാർ, ചങ്ങനാശ്ശേരി MLA ജോബിൾ മൈക്കിൾ കേരള കോൺഗ്രസ്, കുട്ടനാട് MLA തോമസ് NCP, അതുപോലെ തന്നെ ഈ അരുൺകുമാർ മാവേലിക്കര CPM, പിന്നെ പ്രമോദ് നാരായണ റാന്നിന്ന് ജയിച്ച ആൾ മാവേലിക്കര 100 നാട്ടുകാരനാണ്. 100 നാട്ടുകാരനാണ്. 4 MLA-മാരെ എനിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും മണ്ഡലത്തെ എന്നെ തോപ്പിക്കാൻ വേണ്ടി രംഗത്താണ്. 4 മന്ത്രിമാർ രംഗത്താണ്. ഇനി ചിറ്റേങ്കോമാർ, അടൂർ ഡെപ്യൂട്ടി സ്പീക്കർ, അടൂർ MLA കൊട്ടാരക്കാരനാണ്, ഇവിടുത്തെ വോട്ടറാണ്. അയാളും എനിക്ക് ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. അത് അത്ഭുതകരമായ ഒരു വിജയമാണ്. മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ ജയിച്ചതുപോലെയല്ല, കൊല്ലം മണ്ഡലത്തിൽ മറ്റുമൊക്കെ ജയിച്ചതുപോലെയല്ല. പിന്നെ ഇവിടെ മുസ്ലിം വോട്ട് കുറവാണ്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ മലബാറിലൊക്കെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകൾ
2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 7 ലക്ഷം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ മാവേലിക്കര മണ്ഡലത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള മൈനോറിറ്റി വോട്ടില്ല. മുസ്ലിം മൈനോറിറ്റി ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. പക്ഷെ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്നത് പരമാവധി 1 ലക്ഷത്തിനകത്തുള്ള വോട്ടേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പാർലമെന്റ് ഇലക്ഷനിൽ ഒരു മുസ്ലിം മൈനോറിറ്റിയുടെ വലിയൊരു കൺസോളിഡേഷൻ UDF അനുകൂലമായിട്ട് വരും. ഇതിനകത്ത് അഭിലാഷ് മനസ്സിലാക്കേണ്ടത് ശബരിമല സ്ത്രീ വിഷയം വന്നല്ലോ, യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങളും ആക്ഷേപങ്ങളൊക്കെ വന്നല്ലോ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കണം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്ത്രിമാരുടെ ആസ്ഥാനം ചെങ്ങന്നൂരാണ്. NSS ഹെഡ്ക്വാർട്ടേഴ്സ് ശബരിമല സ്ത്രീ വിഷയത്തിനെതിരായി വിശ്വാസ സംരക്ഷണ നടത്തിയ NSS ഹെഡ്ക്വാർട്ടേഴ്സ് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ എന്തുകൊണ്ടും വലിയൊരു ഒഴുക്ക് UDF അനുകൂലമായി ഉണ്ടാകേണ്ട ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് 60,000 1 ലക്ഷം കവർ ചെയ്യാൻ പറ്റിയില്ല. 60,000 വോട്ടിൻ്റെ ലീഡേ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവർക്കും 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കിട്ടിയപ്പോൾ എനിക്ക് 1 ലക്ഷത്തിൽ പോലും എത്താൻ പറ്റിയില്ല. കാരണം എന്താ, അത്രയ്ക്ക് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ മാവേലിക്കര മണ്ഡലം. അവിടെയാണ് ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഞാൻ പാർട്ടിക്ക് വേണ്ടി ഈ സീറ്റ് നിലനിർത്തിയത്. അത് എന്തുകൊണ്ടാണ്? ഈ മണ്ഡലത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള അപ്രോച്ചും ആണ് എന്നെ ഞാൻ വിജയത്തിലേക്ക് വന്നത്. ഒരു 25 വർഷമായിട്ട് നമ്മൾ ഒരു മണ്ഡലം കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ്. മാത്രമല്ല MP എന്ന നിലയിൽ നമ്മുടേതായ ഒരു ശൈലി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഓടി നടന്നിട്ടും ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുക, അതിൻ്റെ വലിയ കുറേ വോട്ട് കുറയുക, ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് എങ്ങനെയാണ് തളർത്തിയിട്ടുണ്ട്? അല്ല, എനിക്ക് അങ്ങനെ, കാരണം ഞാൻ ഫുൾ കോൺഫിഡൻസാണ്. കാരണം ഞാൻ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. ഇവിടെ തന്നെ 2 ഓഫീസ് ഞാൻ പ്രവർത്തിക്കുന്നു. വളരെ കഠിനമായ പ്രവർത്തനങ്ങളിലൂടെയാണ് 2 ഓഫീസ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ആര് വന്നാലും, മണ്ഡലത്തിൽ പുറത്ത് വന്നാലും, എന്നെ കാണാൻ വന്നാൽ അവരെ ആരും ഞാൻ നിരാശരാക്കി വിട്ടിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ല. അതിനുവേണ്ടി ഇടപെടാതിരുന്നിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാവുന്ന സഹായം ചെയ്ത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വിഭാഗം ആളുകൾ എപ്പോഴും എൻ്റെ ഒരു പാർലമെൻറ്റ് രംഗത്ത് ഒരുപക്ഷെ എനിക്ക് വേണ്ടത്ര രീതിയിൽ പാർലമെൻറ്റിൽ ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും ഒരു വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷേ പാർലമെൻറ്റിനകത്ത് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിലും മറ്റാരേക്കാളും മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാവേലിക്കര മണ്ഡലം ആയിരുന്നപ്പോഴും അടൂർ മണ്ഡലമായിരുന്നപ്പോഴും ഒരു ജില്ലാ ആസ്ഥാനമില്ലാത്ത മണ്ഡലമാണ്. ഒരു ജില്ലാ ആസ്ഥാനമില്ല. കാരണം ഡെവലപ്മെൻറ്റുകൾ എപ്പോഴും കേന്ദ്രീകരിക്കുന്ന തലസ്ഥാനത്തും വ്യവസായ നഗരങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെയാണ്. അപ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളിലെ MP-മാർക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ 3, 6, 7 താലൂക്ക് മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ പരിമിതിയുണ്ട്. ഇതൊന്നും പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതിയുണ്ട്. വല്ലാത്തൊരു ഭൂമിശാസ്ത്ര കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പ്രോജക്റ്റുകളൊന്നും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം കുട്ടനാടിൻ്റെ പ്രശ്നമാണ്. മൺട്രോത്തുരുത്ത് പോലെയുള്ള പ്രകൃതിയുടെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തീർച്ചയായും ഉണ്ടാകുന്ന മഴയും വെള്ളപ്പൊക്കവും, അതുപോലെ തന്നെ വേലിയേറ്റം, വേലിയിറക്കം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, അതിജീവനത്തിന് വേണ്ടി പെടാപ്പാട് പാടുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാടും മൺട്രോത്തുരുത്തും. ഇതൊക്കെ ഈ മാവേലിക്കര മണ്ഡലത്തിലാണ്. അവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും ഒന്നും ആവത്തില്ല, ഒന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിൽ അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ചിലർ വിമർശകർ, എനിക്ക് മാത്രം എല്ലാവരെയും വിമർശിക്കുന്ന ആളുകളുണ്ടാവും. ആ വിമർശനം എന്നോടൊപ്പം ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 8 പ്രാവശ്യവും ലോക്സഭാ അംഗമാകാൻ ശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത്. ശക്തമായ വെല്ലുവിളി നേരിട്ടാണ്. പക്ഷെ അപ്പോഴും എനിക്ക് ആത്മവിശ്വാസമുള്ളത് എന്താണ്, ഞാൻ ജയിക്കും. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു ബലത്തിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. 2 പ്രാവശ്യം പരാജയപ്പെട്ടത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ 10 പ്രാവശ്യം മത്സരിച്ചു, 8 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം തോറ്റു. ആ തോറ്റത് എൻ്റെ കുഴപ്പം കൊണ്ട്. അന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യം UDF-ന് എതിരായിരുന്നത് കൊണ്ടാണ്
അന്ന് ഞങ്ങൾ എല്ലാവരും തോറ്റത്. ഞാൻ മാത്രമല്ല തോറ്റത്, എല്ലാവരും തോറ്റത്. അന്ന് UDF-നകത്തുള്ള കലാപവും കോൺഗ്രസിനകത്തുള്ള കരുണാകരൻ, ആന്റണി, ആ ഒരു തർക്കങ്ങളും ഒക്കെ തന്നെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാനടക്കമുള്ള എല്ലാവരും തോറ്റത്. അല്ലാതെ മണ്ഡലത്തിൽ ഞാൻ മോശമായതുകൊണ്ടോ പ്രവർത്തനം മോശമായതുകൊണ്ടോ അല്ല തോറ്റത്. അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനുണ്ടായ ഗ്രൂപ്പ് വഴക്കുകളും തർക്കങ്ങളും UDF-നുണ്ടായ തിരിച്ചടികളുമാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും മലപ്പുറത്ത് തോറ്റ് TK ഹംസ മഞ്ചേരിയിൽ ജയിച്ച പോയി. അതെ തന്നെ, അങ്ങനെ കാണണം. ഈ പിന്നെ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന MP ആണ്. ഒരു 25 വർഷത്തിനപ്പുറമുള്ള ഒരു അനുഭവ പരിചയമുണ്ട്. ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പം ഞാൻ പാർലമെന്റിൽ 3 ജനറേഷൻ ഉള്ള MP-മാരുടെ, അതായത് മകൻ, അച്ഛൻ, മുത്തച്ഛൻ, അപ്പൂപ്പൻ, അച്ഛൻ, മകൻ. അപ്പോൾ മുത്തച്ഛനോടൊപ്പം ഞാൻ MP ആയിരുന്നു, അച്ഛനോടൊപ്പം MP ആയിരുന്നു, ഇപ്പം മകനോടൊപ്പം MP ആയിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ 3 തലമുറകളിലുള്ള ഒരു കുടുംബത്തിലെ 3 തലമുറകളിലുള്ളവരുമായിട്ട് MP ആയിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു, അവസരം ലഭിച്ചു. അതുകൊണ്ട് ലോക്സഭയിലെ ഒരു സീനിയർ നേതാവ് നിലയിൽ ഞാൻ 89-ൽ MP ആയി പോകുമ്പോൾ അന്ന് MP ആയി ആരും ഇന്ന് ലോക്സഭയിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാൾ പോലും ഇല്ല. കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ടായിരിക്കും, ചിലരൊക്കെ പ്രായം കൊണ്ട് രാഷ്ട്രീയത്തിൽ, കുറേ പേരൊക്കെ പലതരത്തിലും പക്ഷെ 89-ൽ പോയ ആ ആൾ ഇപ്പോഴും ആ ലോക്സഭയിൽ അംഗമായി. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണ്. എല്ലാവരും എന്നോട് ചോദിക്കുക എങ്ങനെയാണ് 8 പ്രാവശ്യം ജയിച്ചത്. 8 പ്രാവശ്യം ജയിച്ചു, 8ാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് ഈ പുതിയ MP-മാരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് 8 പ്രാവശ്യം ജയിക്കുന്നത്, എങ്ങനെ അതിൻ്റെ രസതന്ത്രം എന്താണെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവരും, പ്രധാനമന്ത്രി ആയിരുന്നാലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ, പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒക്കെ തന്നെ നമ്മളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും നമ്മൾ ഈ 8 വർഷം റെക്കോർഡ് സൃഷ്ടിച്ചതിൽ ഇന്ന് കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ കാലം MP ആയിരിക്കുന്ന ആളും ഞാൻ തന്നെയാണ്. അതിൽ സോണിയാഗാന്ധി, രാഹുൽജിയൊക്കെ നമ്മളൊരു പ്രത്യേകമായ താല്പര്യമുണ്ട്. അവർക്കൊക്കെ അറിയാം നമ്മളൊരു കഠിനാധ്വാനം ചെയ്താണ് ജയിക്കുന്നത്. പാർട്ടിക്ക് ഒരു ചീത്തപ്പേരോ പേരുദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നൊക്കെയുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം, ഞാൻ ചീഫ് വിപ്പായിരുന്നു, ഇപ്പോൾ ചീഫ് വിപ്പാണ്, പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയായി 12 വർഷം ഞാൻ പ്രവർത്തിച്ചു, പിന്നെ AICC. അപ്പോൾ പാർട്ടി ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചോ അതൊക്കെ വളരെ നല്ല രീതിയിൽ പാർട്ടിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പോയപ്പോൾ ഒരു അന്തരീക്ഷമുണ്ട്, അന്ന് കണ്ട പാർലമെൻറ്റ്. ഇപ്പോൾ ഇത്രയും 28 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇന്നലെയും പാർലമെൻറ്റിൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്താണ് അത് തമ്മിലുള്ളൊരു വ്യത്യാസം? വളരെ വ്യത്യാസമുണ്ട്. ആദ്യത്തെ പാർലമെൻറ്റ് ഞാൻ ചെല്ലുമ്പോൾ, ലോക്സഭയിൽ ചെല്ലുമ്പോൾ അന്ന് മുൻനിരയിലിരുന്നത് അന്ന് VP സിംഗ്, ചന്ദ്രശേഖർ, വാജ്പേയി, അദ്വാനി, സുഷമ സ്വരാജ് ഒക്കെയാണ് അന്നത്തെ പ്രതിപക്ഷ നിരയിലുള്ള BJP നേതാക്കൾ. രാജ്മാതാ വിജയരാജ് സിന്ധ്യ, ഗോളിയോർ രാജ്ഞി മഹാറാണി അവരൊക്കെ ആയിരുന്നു, ജസ്വന്ത് സിംഗ് ഒക്കെ BJP-യുടെ സ്റ്റാൾ വാട്സുകളായിരുന്നു. ഇപ്പുറത്തോട്ട് ഇടതുപക്ഷത്തിൽ വന്നാൽ സോമ ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, ഗീതാ മുഖർജി, CPI ഇന്ദ്രജിത് ഗുപ്ത, സോമ ചാറ്റർജി CPM-ൻ്റെത്, പിന്നെ ചിത്രബാസു ഫോർവേഡ് ബ്ലോക്ക്, അവരൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കരുത്തരായ നേതാക്കൾ. അവരാണ് ഫ്രണ്ട് നിരയിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് വന്നാൽ രാജീവ് ഗാന്ധി, മാധവറാവ് സിന്ധ്യ, പിന്നെ NKP സാൽവെ, VN ഗാഡ്ഗിൽ, പിന്നെ ഇയാൾ വസന്ത് സാഠെ, ഇങ്ങനെയുള്ള സ്റ്റാൾ വാട്സുകളാണ് കോൺഗ്രസിൻ്റെ മുൻനിരയിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അവരിരുന്ന ഒരു പാർലമെൻറ്റും ഇപ്പോഴിരിക്കുന്ന ഒരു പാർലമെൻറ്റും കൂടെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ജോർജ് ഫെർണാണ്ടസ്, റാംവിലാസ് പാസ്വാൻ, സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത് പഴയ സോഷ്യലിസ്റ്റ്, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ്, പിന്നെ ഇവരൊക്കെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരാണ്. അവരാണ് പിന്നെ BJP-യിലോട്ട് ജനതാദൾ ഉണ്ടാക്കി VP സിംഗ്, അരുൺ നഗർ കോൺഗ്രസ് വിട്ടുപോയെല്ലാം. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു പാർലമെൻറ്റിലെ 89-ലെയും 91-ലെയൊക്കെ മുൻനിര നേതാക്കൾ. അവരുടെ ഇടയിലാണ് ആദ്യമായിട്ട് ഞാൻ ലോക്സഭാ അംഗമായി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് ബെഞ്ചറാണ്, കാരണം സ്വാഭാവികമായിട്ടും ആദ്യം ചെല്ലുമ്പോൾ പുറകിലാണ് ഇരിക്കേണ്ടത്, ബാക്ക് ബെഞ്ചറാണ്. ആ പാർലമെൻറ്റ്, 9ാം ലോക്സഭ, 10ാം ലോക്സഭ, ഇവരൊക്കെ ആ ഡിബേറ്റുകൾ എടുത്ത് നോക്കണം.
എന്തായിരുന്നു സോമനാഥ് ചാറ്റർജിയുടെ പ്രസംഗം, ജോർജ് ഫെർണാണ്ടസിൻ്റെ പ്രസംഗം കത്തിക്കയറുകയാണ്. ആ പ്രസംഗമൊക്കെ കേട്ടിരുന്നാൽ പിൻ പോയിന്റ് ഡ്രോപ്പാണ്. ഇന്നത്തെ പോലെ ഇന്ന് ഒരു സഹിഷ്ണുതയില്ല, ഇന്നത്തെ ഒരു അച്ചടക്കം ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു 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 ഇതാണ് പോകുന്നത്. പക്ഷെ അന്ന് ഇപ്പോൾ നരസിംഹറാവു, അന്ന് വാജ്പേയി നരസിംഹറാവു പ്രധാനമന്ത്രിയാണ്, വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വി പി സിംഗ് പ്രധാനമന്ത്രിയുടെ സഭയിലിരിക്കുമ്പോൾ നേരെ എതിരിയിരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. വി പി സിംഗിൻ്റെ പ്രസംഗത്തിൽ രാജീവ് ഗാന്ധി എണീറ്റാൽ എന്തു ചെയ്യും? വി പി സിംഗ് അവിടെ ഇരിക്കും, രാജീവ് ഗാന്ധിക്ക് പറയാനുള്ളത് കേട്ടിട്ടായിരിക്കും അദ്ദേഹം പിന്നെ സംസാരിക്കും. അതുപോലെ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വാജ്പേയി ആയിരുന്നു പ്രതിപക്ഷത. വാജ്പേയി എണീറ്റാൽ നരസിംഹറാവു ഇരിക്കും. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വളരെ സൗഹൃദമായിട്ടുള്ള കോടിയലായിട്ടുള്ള ഒരു വിമർശനങ്ങളും അറ്റാക്കുകളും പറയാനുള്ള പറയും, വിമർശിക്കാൻ വിമർശിക്കും. പക്ഷെ എപ്പോഴും ഒരു ആ സൗഹാർദ്ദം ആ ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ പാർലമെൻറ്റിൽ അതില്ല. ഇന്നത്തെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് എണീറ്റാലും ഈൽഡ് ചെയ്യത്തില്ല. ഭരണകക്ഷി പ്രധാനമന്ത്രി പ്രസംഗിച്ചാലും അത് പിൻ പോയിന്റ് ഇല്ല. പിന്നെ ചെയർ ആണ് പ്രധാനം. ഏതാ ഈ അധ്യക്ഷ സ്പീക്കർ ചെയറിലിരിക്കുന്ന ആളുകളുടെ ഒരു സമീപനമുണ്ട്. അന്നത്തെ കാലത്ത് സ്പീക്കറൊക്കെ എന്താണ്, പ്രതിപക്ഷ നേതാവ് എണീറ്റാൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഈക്വലായിട്ടാണ് കാണുന്നത്. കാരണം ഈക്വലായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ പരിഗണന ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിനും പരിഗണനയില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ആ ഒരു കോടിയലായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ല. കോടിയലായിട്ടുള്ള ഒരു പോക്കല്ല പാർലമെന്റിൽ നമുക്ക് കാണാൻ കഴിയുക. അത് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം, അതാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ അന്ന് അതല്ല. അന്ന് ശക്തർ കൗൾ എന്ന് പറയുന്ന പാർലമെന്ററി വിദഗ്ധന്മാരുടെ ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രസംഗങ്ങളും അവർ പറയുന്ന റൂളുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് എല്ലാ റൂളുകളും വെച്ചുകൊണ്ടാണ് ഖണ്ഡിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇപ്പോൾ റൂളൊന്നും ആരും നോക്കാറുമില്ല, എല്ലാവരും എണീറ്റ് തോന്നുന്നതൊക്കെ പറയുന്നു എന്നുള്ളതാണ്. ഈ പാർലമെന്റിലെ പോലെ തന്നെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇടക്കാലത്ത് MP നിർണായകമായ ഒരു ഘടകമായിരുന്നു. അടുത്ത കാലത്ത് ആ ഒരു സ്വാധീനത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അല്ല, കേരളത്തിലാണോ? ദേശീയ തലത്തിൽ ഞാൻ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വർക്കിംഗ് കമ്മിറ്റി കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അവിടെ വെക്കും. അത് ചിലത് അംഗീകരിക്കും, ചിലത് അംഗീകരിക്കാതെ പോകും. അല്ല, അത് അതിന് വേറെ കുറവൊന്നും വന്നിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നല്ല രീതിയിലാണ് ജനങ്ങൾ അതിനെ കാണുന്നത്. കാരണം വോട്ട് ചോറിയും വോട്ട് ചോരി എന്ന് വെച്ചാൽ വോട്ട് കൊള്ള, വോട്ട് അധികാരം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം. ഈ രണ്ട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് വെറുതെ ഒരു ആരോപണം പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ഉദാഹരണ സഹിതം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ചോറിയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും, അതുപോലെ തന്നെ കർണാടകത്തിലെ ബാംഗ്ലൂർ സൗത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന അട്ടിമറിയും, അതുപോലെ ഹരിയാനയിലും എല്ലാ ഒപ്പീനിയൻ പോളുകളും ഈവൻ ചാണക്യ, അതുപോലെ റിപ്പബ്ലിക്കൻ പോലും ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറയും. മഹാരാഷ്ട്ര വികാസ് അഗാഡി സഖ്യം വരും. പക്ഷേ നേരെ തിരിച്ചാണ് വന്നത്. അപ്പം അത് പഠിച്ചതിന് ശേഷമാണ് വോട്ടർ പട്ടിക പഠിക്കുകയും എല്ലാം പഠിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ആ ഒരു ബോംബ് പോലെ ഒരു പത്രസമ്മേളനം നടത്തി വെളിച്ചത്ത് കൊണ്ടുവന്നു. അതിലൂടെ ഇലക്ഷൻ കമ്മീഷൻ പ്രതിരോധത്തിലായി. ആ ചർച്ച ഇപ്പോഴും നടന്നു പോകുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ വോട്ട് ചോറിയും വോട്ട് അധികാരവും ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ വല്ലാത്ത ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ പറയുന്നതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ടെന്ന് ജനങ്ങൾ തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയിൽ വലിയ ജനക്കൂട്ടം. അത് ചെറുപ്പക്കാരാണ് അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരിക്കലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരുടെ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് വോട്ടധികാർ യാത്രയിൽ കാണാൻ കഴിയുന്നത്. ഈ കേരളത്തിൽ ഒരു UDF ഭരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ സംഘടന വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് MP ആയി ജയിച്ചു പോയവരൊക്കെ വീണ്ടും നിയമസഭയിൽ മത്സരിക്കുന്നത് ശരിയായ രീതിയാണോ? അല്ല, ഈ കോൺഗ്രസ് MP ലോക്സഭാ അംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിയുടെ ഒരു തലത്തിലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയുടെ സമയവുമായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള അവസരം ഇതുവരെയും ഉണ്ടായിട്ടുമില്ല.
ഇപ്പോൾ പാർട്ടി പ്രഥമ പരിഗണന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ പ്രവർത്തനങ്ങളാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടി തലത്തിൽ നടന്നില്ല. മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വാർത്തകൾ പറയുന്നു. നിയമസഭയിൽ 46 സ്ഥാനാർത്ഥികൾ, 36 സ്ഥാനാർത്ഥികളായി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കുറേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. എം പിമാരിൽ 8 പേര്, 4 പേര് അല്ലെങ്കിൽ 8 പേര് നിയമസഭയിലേക്ക് മത്സരം. ഇങ്ങനെയൊക്കെ വരുന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ ഒരു അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വാർത്തകൾ കണ്ടെത്തി കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി അവർ ഈ വാർത്താ സാധ്യതകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടും സീറ്റുകൾ കൂടുതൽ UDF നേടണമെങ്കിൽ ജനപ്രിയരായ കുറച്ച് MP മാർ മത്സരിച്ചാൽ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയും. ഇപ്പോൾ 100 MP മാരുള്ള കോൺഗ്രസ് ഇന്ന് 2, 4, 3, 4, 5 MP മാർ കുറഞ്ഞാലും ഭരണമൊന്നും ഭരണത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ 4-5 MP മാർ ജയിച്ച് അസംബ്ലിയിലേക്ക് പോയാൽ ആ 5 സീറ്റ് നമുക്ക് നിലനിർത്താൻ കഴിയും, UDF നിലനിർത്താൻ കഴിയുമല്ലോ എന്നൊക്കെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ ഒരു ചിന്തയിലും ആലോചനയിലും വരുന്ന സ്റ്റോറികളാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു ചർച്ചയും ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴേ ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും ആലോചിക്കാത്ത കാര്യമാണ് ഇത് വാർത്തകളായിട്ട് വരുന്നത്. അത് വായിച്ചിട്ട് ആ സോഷ്യൽ മീഡിയ കണ്ടിട്ട് അതിൽ കയറി കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അങ്ങ് തന്തയ്ക്കും അല്ലെങ്കിൽ ഒന്നും പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി ഇത്തരം വാർത്തകൾ കൊടുത്ത് ഞങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻ്റോ ആൻ്റണി ഫേസ് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ആറന്മുളയിൽ മത്സരിക്കാൻ ആലോചിച്ചിട്ടില്ല, 5 വർഷം MP ആയിട്ട് തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് മത്സരിക്കാൻ പറഞ്ഞാൽ പോലും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പോലും ഞാൻ പിന്നെ പോസ്റ്റ് ഇടാൻ പോയില്ല. കാരണം പോസ്റ്റ് ഇട്ടിട്ട് ഈ അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ എൻ്റെ നിലപാട് ഞാൻ നേരത്തെ തന്നെ താങ്കളോട് വ്യക്തമാക്കിയതാണ്. ഈ പുതിയ വികസന പദ്ധതികൾ, എന്തെങ്കിലും പ്രോജക്റ്റുകൾ? അതെ, നമുക്കിപ്പോൾ കൊട്ടാരക്കര കേന്ദ്രീയ വിദ്യാലയം ആണ് ആ പ്രധാനപ്പെട്ട പ്രോജക്റ്റ്. അതിനിപ്പോൾ ഞങ്ങൾ അവിടെ നമുക്ക് താൽക്കാലിക കെട്ടിടം കിട്ടാത്തത് കൊണ്ട് അത് ഡിലേ ആയി. ഇപ്പോൾ നമുക്ക് ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്കൂള് കോട്ടപ്പുറത്തുണ്ട്, അതിപ്പോൾ പ്രവർത്തനം ചെയ്തത്. ആ സ്കൂള് അവർ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതൊരു നല്ല പോസിറ്റീവ് സ്റ്റെപ്പാണ്. കോട്ടപ്പുറത്ത് അവർക്കൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആ സ്കൂളിൽ നമുക്ക് താൽക്കാലികമായിട്ട് വിട്ടുതരാമെന്ന് പരിശുദ്ധ ബാവ തിരുമേനി സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചെങ്ങനവാട് ആശ്രമം ദേറ ബദ്രഹം ആശ്രമത്തിൻ്റെ യോഗം കൂടി, ദേറയിലെ യോഗം കൂടി അവരത് അംഗീകരിച്ച് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗത്തിൽ ഇത് നമുക്ക് ക്ലാസ്സുകൾ ടെമ്പററി ആയിട്ട് താൽക്കാലികം നടത്താൻ ക്ലാസ് റൂമുകൾ കിട്ടാതിരുന്നത് കൊണ്ടാണ് നമുക്ക് നീണ്ടുപോയത്. പല സർക്കാരിൻ്റെ പല നമ്മൾ ചോദിച്ചിട്ട് അതിന് നമുക്ക് കിട്ടിയില്ല. പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് പോകും. കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കാൻ കഴിയും. അടുത്ത അക്കാഡമിക് ഇയറിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നാഷണൽ ഹൈവേകളുടെ വികസനം, കൊല്ലം തേനീപ്പാത അതിലൂടെ പോകുന്ന തേനീപ്പാതയുണ്ട്. പിന്നെ കൊല്ലം തിരുമംഗലം പാത സംബന്ധിച്ചിപ്പോൾ ഈ ഗ്രീൻ ഫീൽഡ് വന്നപ്പോൾ ഇടമണിയിൽ നിന്ന് അത് തിരിച്ച് ചടയമംഗലം വഴി കടമ്പാട്ടുകുണത്തേക്ക് പോകുന്നു. ബാക്കിയുള്ള പോർഷൻ അത് എന്ത് വേണം, ആര് അത് ചെയ്യും, NH തന്നെ ചെയ്യുമോ, അത് സ്റ്റേറ്റ് ഹൈവേ ആണോ? അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തവരുത്തേണ്ടതുണ്ട്. റെയിൽവേ വികസനം വളരെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കൊട്ടാരം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ വന്നു. ഇനി പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ നടക്കാൻ പോകുന്നു. പിന്നെ പുതിയ മെമു സർവീസ് തിരുനെൽവേലി കൊല്ലം ഒരു മെമു സർവീസ് ആരംഭിക്കാനുള്ള ആലോചന നടക്കുന്നു. പഴയ നമ്മുടെ ഒരു കോയമ്പത്തൂർ പളനി ട്രെയിൻ അത് ഈ റോഡിൽ നിന്ന് കൊല്ലത്തേക്ക് ആരംഭിക്കാനുള്ള നടപടി. ഇപ്പോൾ ഓടുന്ന വേളാങ്കണ്ണി അത് ഡെയിലി ട്രെയിൻ ആക്കാനുള്ള നടപടികൾ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ യാത്രാ രംഗത്ത് വളരെ അധികം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ട്രെയിനുകളും കൂടുതൽ മെമു സർവീസും പാസഞ്ചർ ട്രെയിനും ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളൊക്കെ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള വലിയ പദ്ധതികളൊന്നുമില്ല. കൊട്ടാരക്കര റെയിൽവേയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ പാതയിൽ പകൽ ആവശ്യത്തിന് ട്രെയിനുകളില്ല എന്നുള്ളത് ഏറെ നാളായിട്ടുള്ള പരാതിയാണ്. ഉണ്ട്, അത് സ്വാഭാവികമാണ്. നേരത്തെ ആണെങ്കിൽ ആകെ രാവിലെയും വൈകുന്നേരം ഞാനിവിടെ 89 MB ആയി വരുമ്പോൾ
രാവിലെയും വൈകുന്നേരവും 2 ട്രെയിനുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എത്ര ട്രെയിനുകളാണ് മീറ്റർ ഗേജിൽ തന്നെ ഞാൻ കൊണ്ടുവന്നു. തിരുനെൽവേലി കൊല്ലം പാസഞ്ചർ വന്നു, മധുര മാനാമധുരൈ പാസഞ്ചർ കൊല്ലത്തേക്ക് വന്നു, കോയമ്പത്തൂർ പളനി ട്രെയിൻ വന്നു, ചെങ്കോട്ട കൊല്ലം രാവിലെയും വൈകുന്നേരവും ഉദ്യോഗസ്ഥന്മാർക്കും വിദ്യാർത്ഥിക്കും പോകാൻ വന്നു. ഇതെല്ലാം മീറ്റർ ഗേജിലാണ്. അത് കഴിഞ്ഞ് ബ്രോഡ് ഗേജ് വന്നപ്പോൾ പുനലൂരിൽ നിന്ന് ഒരു ട്രെയിൻ ആരംഭിച്ചത് പുല്ലൂർ പോലൊരു കൊച്ചു സ്റ്റേഷനിൽ നിന്ന് എത്ര ട്രെയിനാണ്? പുല്ലൂർ ഗുരുവായൂർ, പുല്ലൂർ പാലരുവി, പുല്ലൂർ മധുരൈ, എത്ര ട്രെയിനാണ് ഞാൻ വന്നതിന് ശേഷം ബ്രോഡ് ഗേജ് അതിന് ശേഷം ഈ പാതയിലൂടെ ഇതെല്ലാ ട്രെയിനുകളും ഈ കൊല്ലം ചെങ്കോട്ട ബ്രോഡ് ഗേജ് പാതയിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും അത് ഞാൻ MP എന്ന നിലയിൽ അന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ പാലക്കാട് പാലരുവി, പുല്ലൂർ പാലക്കാട് പാലരുവി, അതുപോലെ ഗുരുവായൂർ, ഇതൊക്കെ റെയിൽവേയുടെ മുന്നിൽ ഈ പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഡിവിഷൻ എതിർക്കും, ട്രിവാൻഡ്രം ഡിവിഷൻ എതിർക്കും, മധുര ഡിവിഷൻ എതിർക്കും, സദേൺ റെയിൽവേ എതിർക്കും. കാരണം ഇവരുടെ നമ്മൾ റെയിൽവേ ബോർഡിൽ നിന്ന് അനുവാദം വാങ്ങിച്ചാലും മന്ത്രി അനുവാദം തന്നാലും ഇത് ഓടിക്കേണ്ട താഴെയാണ്. അപ്പോൾ അവർക്കത് പാത്തു നോക്കണം, ഈ മറ്റ് ട്രെയിനുകളെ ബാധിക്കാതിരിക്കാൻ നോക്കണം, ടൈം നോക്കണം, പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് നോക്കണം, ഇതിൽ ക്രൂ എന്ന് പറയുന്ന പൈലറ്റും ബാക്കിയുള്ള ലോക്കോ പൈലറ്റിനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് ഒരു പുതിയ ട്രെയിൻ ആരംഭിക്കാൻ പറ്റും. പക്ഷെ പുനലൂർ ഇതുപോലെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ട്രാക്കുകൾ 2 ട്രാക്ക് 3 ട്രാക്കേ ഉള്ളൂ. അവിടെ വന്ന് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല, പാത്തില്ല, പിന്നെ താമസിക്കാൻ സൗകര്യമില്ല, പിന്നെ ടൈമിങ്ങിൻ്റെ പ്രശ്നം. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ട്രെയിനുകൾ വന്നിട്ടുള്ളത്. ഈ വിമർശകർക്ക് കയറി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതൊന്നും അറിയുന്നില്ല. ഇതിനു വേണ്ടി എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അറിയില്ല. ഞാനാണ് ഗുരുവായൂർ ട്രെയിൻ, പുല്ലൂർ ഗുരുവായൂർ സദേൺ റെയിൽവേയിലെ കട്ടയ്ക്ക് ഉടക്കായിരുന്നു. ഒരു കാരണവശാലും ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലെന്ന കട്ടയ്ക്കുള്ള ഉടക്കാരത്. ഞാനും വിട്ടില്ല, ഞാൻ പറഞ്ഞു ഓടിച്ചേ പറ്റൂ. അന്ന് UPA ഗവൺമെൻറ്റാണ്, ഞാൻ മന്ത്രിയായിരുന്നു, തൊഴിൽ മന്ത്രി പറ്റൂ. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു. ആ ട്രെയിനിൻ്റെ എത്ര മണിക്ക് പുല്ലൂരിൽ നിന്ന് പുറപ്പെടണം, എത്ര മണിക്ക് ഈ ഗുരുവായൂർ ട്രെയിൻ എവിടെ എത്തണം, ഗുരുവായൂർ എത്തണം, ട്രെയിനിൻ്റെ സമയം പുറപ്പെടുന്ന സമയവും അവിടെ എത്തുന്ന സമയം തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. അങ്ങോട്ട് പറഞ്ഞു. അവിടെ അവരുടെ സമയം ഒരു കാരണവശാലും നമുക്ക് ഗുണകരമായ ടൈമല്ല, ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നിർമ്മാല്യം തൊഴുന്ന സമയത്ത് അവിടെ എത്തുന്ന തരത്തിലാണ് ഞാൻ ആ ടൈം ഉണ്ടാക്കിയത്. ആ ടൈം ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഏതാ അങ്ങോട്ട് കൊടുക്കുക. സ്റ്റോപ്പുകൾ നിശ്ചയിച്ചത് ഞാനാണ്. ഇവർ പുല്ലൂർ വിട്ടാൽ കൊട്ടാരക്കര, അത് കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ കായംകുളം, അത് കഴിഞ്ഞാൽ മാവേലി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോപ്പുകളെല്ലാം അവരങ്ങ് വിട്ടു. ഞാൻ തർക്കിച്ചു. ആ സ്റ്റോപ്പുകളല്ല ഇന്ന് ഈ എല്ലാ സ്റ്റോപ്പുകളും ഇട്ടത് ഞാൻ വാശി പിടിച്ചു വരുന്നത്. പിന്നെ പാലക്കാട് അതായത് രാവിലെ ഈ എറണാകുളത്തേക്ക് അമൃതയ്ക്കും അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് വേണ്ടിയാണ് പിന്നെ രാവിലെയുള്ള യാത്ര. ഇന്ന് ഏറ്റവും പോപ്പുലർ ട്രെയിൻ പാലക്കാട്. അതൊന്നിപ്പോൾ ഗുരുവായൂർ മധുരയ്ക്ക് നീട്ടി, മറ്റേത് തൂത്തുക്കുടി നേടി. ആ പാലരുവി എന്ന പേര് നിർദ്ദേശിച്ചത് ഞാനാണ്. പാലരുവി റെയിൽവേ ബോർഡിൽ ഇരിക്കുന്നവർ പാലരുവി എന്നറിയാം. പാലരുവി എന്ന പേര് നിർദ്ദേശിച്ചത് ഞാനാണ്. എത്ര മണിക്ക് അത് പുല്ലൂരിൽ നിന്ന് പുറപ്പെടണം, എത്ര മണിക്ക് അത് പാലക്കാട് എത്തണം. അപ്പോൾ രാവിലെ പോകുന്ന യാത്രക്കാർ, രോഗികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് കൂടുതലും അതായത് കായംകുളം കഴിഞ്ഞാൽ കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം ഈ സെക്ടറിലെ യാത്രക്കാരെയും കൂടി ഉദ്ദേശിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപാട് ട്രെയിനുകൾ അതുപോലെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ തന്നെ ഈ സെക്ടറിൽ മെമു ഉൾപ്പെടെയുള്ള ട്രെയിനുകളുണ്ടാവും. ഈ പ്രാദേശിക വികസനത്തിൽ പലയിടത്തും ചില പരാതികളൊക്കെ വരുന്നുണ്ട്. കുളക്കട പഞ്ചായത്തിൽ MP ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ, MP പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. അല്ലേ, ഒരിടത്തത് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കാണ്. എല്ലാവർക്കും അമ്പലത്തിന് മുന്നിൽ വേണം, പള്ളിയുടെ മുന്നിൽ വേണം, അല്ലെങ്കിൽ ഒന്നാമത് ഈ നായ്ക്കളുടെയൊക്കെ പിന്നെ പന്നികളുടെ ശല്യം, അതുപോലെയുള്ള ഇപ്പോൾ കാട്ടുപോത്ത് വരെ ഈ. അപ്പോൾ എല്ലാവരും അവിടെ ഒരു ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡോ ഒരു ടാക്സി സ്റ്റാൻഡോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ, രണ്ടോ മൂന്നോ റോഡൊക്കെ വന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും ഇന്ന് ലൈറ്റ് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമുക്ക് തരുന്ന പ്രപ്പോസലിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ലൈറ്റ് വെക്കണമെന്നാണ്. അതിന് പ്രധാനപ്പെട്ട ആളുകൾ ഭയത്തിലാണ്. ഈ ഭയത്തിലാണ് രാത്രിയൊക്കെ പോകാനും വരാനും. ഈ പട്ടികളുടെയും പന്നികളുടെയൊക്കെ ശല്യം കാരണം ആളുകൾ ഭയത്തിലാണ് യാത്ര വരുന്നതും പോകുന്നതും. അപ്പോൾ അത് കൂടുതൽ പിന്നെ അമ്പലങ്ങൾ, പള്ളികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോഴാണ്. കുളക്കട പഞ്ചായത്തിൽ നമ്മൾക്ക് റോഡ് കൊടുത്തിട്ടുണ്ട്, പഴയ എടുത്തു നോക്കിയാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ
MBയെ സംബന്ധിച്ചിടത്തോളം, ഒരു ലോക്സഭാ അംഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഫണ്ട് പരിമിതമാണ്. അത് 5 കോടി രൂപയാണ്. ഇത്രയും വലിയൊരു ഏരിയയിൽ 5 കോടി രൂപ വെച്ച് അത് വീതം വയ്ക്കുമ്പോൾ ഒരു പഞ്ചായത്തിൽ പരമാവധി 5 ലക്ഷമോ 7 ലക്ഷമോ രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് 2 കോടി 3 കോടിയൊക്കെ ഒരു പഞ്ചായത്തിൽ ചിലവാക്കിയ മൊത്തം 5 കോടിയിൽ ഒരു പഞ്ചായത്ത് കൊണ്ട് ചിലവാക്കില്ല. ഒരു സ്കൂൾ കെട്ടിടം പണിയണമെങ്കിൽ 3 ക്ലാസ് റൂം പണിയണമെങ്കിൽ ഒരു 1.5 കോടി രൂപ വേണം. അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഒരു എന്തെങ്കിലും ഒരു ഹോളോ മറ്റോ പറയണമെങ്കിൽ എന്ത് വേണം? 2 കോടി വേണം. ഈ 2 കോടി ഒരിടത്ത് കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളിടത്ത് എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകൾ, ഒരു അംഗൻവാടി കെട്ടിടം, ഒരു ഐമാസ് ലൈറ്റ്, ഒരു വായനശാല കെട്ടിടം, സ്കൂളിൽ കമ്പ്യൂട്ടർ, ഇതൊക്കെയുള്ള 5 ലക്ഷം 10 ലക്ഷത്തിനകത്ത് വരുന്ന വർക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം അവിടെ മറ്റേ മാവടി സ്കൂളിന് നമ്മളൊരു കെട്ടിടം പണിത് കൊടുത്തു. മാവടി പഞ്ചായത്ത് ഓഫീസിന് ഇപ്പുറത്തുള്ളത് ഇപ്പോൾ ഒരു അംഗൻവാടി കെട്ടിടം ഇപ്പോൾ എവിടെ പണിതുകൊണ്ടിരിക്കുന്നു? ഇവിടെ നമ്മുടെ ആറ്റുവാശ്ശേരി ഈസ്റ്റ് വാർഡിൽ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ ആറ്റുവാശ്ശേരി NSS സ്കൂളിന് സ്കൂൾ ബസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ അവർക്ക് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. പല സ്കൂളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന MLA മാർക്കേ കഴിയും. അവർക്ക് ആസ്തി വികസന ഫണ്ടുണ്ട്, പിന്നെ കിബി ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, ഇങ്ങനെ അസറ്റ് ഫണ്ടുണ്ട്, പിന്നെ മറ്റെല്ലാ വകുപ്പുകളുടെയും ഫണ്ട്. ഇതെല്ലാം ഒരു MLAക്ക് കുറഞ്ഞത് ഒരു വർഷം 100 കോടി രൂപ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചിലവാക്കാൻ കിട്ടും. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു മണ്ഡലത്തിൽ 5 കോടി രൂപ കിട്ടുന്നത്. ആ 5 കോടി രൂപയ്ക്ക് വരുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പരിമിതപ്പെടുത്തുന്നത് എങ്ങനെ പരിമിതപ്പെടുത്തുന്നത്? ചെറിയ ചെറിയ വർക്കുകളെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയൊരു കെട്ടിടം പണിത് അത് നടക്കത്തില്ല. ഒരു MPക്ക് നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 65 പഞ്ചായത്തും 4 മുനിസിപ്പാലിറ്റി ഈ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് 2 കോടി രൂപ അല്ലെങ്കിൽ 3 കോടി രൂപ ചിലവാക്കിയാൽ ഒരു 3 ക്ലാസ് റൂം പണിതാൽ ബാക്കി എവിടെ കൊണ്ടുപോയി ആളുകൾ? ഒന്നാമത് കുട്ടനാട് പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒരു 5 ലക്ഷം കൊണ്ടോ 10 ലക്ഷം കൊണ്ട് 500 മീറ്റർ റോഡ് പണിയണമെങ്കിൽ 25 ലക്ഷം രൂപ വേണം അവിടെ. ഇത് അറിഞ്ഞുകൂടാത്തവരാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അല്ലാതെ ഈ പണ്ടും കൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ടില്ല. ഇതെല്ലാം ഇവിടെ തന്നെയാണ് ചിലവാക്കുന്നത്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ കളക്ടറാണ്. നമ്മുടെ കയ്യിലല്ല ഫണ്ട് ഇരിക്കുന്നത്. നമ്മൾ ഇന്ന വർക്ക് ചെയ്യണമെന്ന്, ഇന്ന പ്രവൃത്തി ചെയ്യണമെന്ന് മാത്രമേ നിർദ്ദേശിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്യുന്നത് സർക്കാരാണ്. കളക്ടറും കളക്ടർ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുമാണ്. അപ്പം അതുകൊണ്ട് കുളക്കടയിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഓണക്കാലമാണ്. കുടുംബം ഓണാഘോഷം എങ്ങനെയൊക്കെയാണ്? സാധാരണഗതിയിൽ നമ്മൾ തിരുവോണത്തിനാണ് കുടുംബത്തിനോടൊപ്പം വീട്ടിൽ ആഘോഷിക്കുന്നത്. പിന്നെ ബന്ധുക്കളുടെ വീടുകളൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് പോകാൻ ശ്രമിക്കും. പിന്നെ സാധാരണ ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓണത്തിനാണ് വള്ളംകളികൾ, പായിപ്പാട് ജലോത്സവം, വാഴക്കൂട്ടം പിന്നെ കൊച്ചു ആനപ്പറമ്പാൽ ജലോത്സവം, ഒരു 10-30ഓളം ജലോത്സവങ്ങൾ. നെഹ്റു ട്രോഫി 30-ാം തീയതി തുടങ്ങി. ആദ്യത്തെ വള്ളംകളി മൂലം വള്ളംകളി ചമ്പക്കുളത്ത് കഴിഞ്ഞു. അത് നമ്മുടെ മണ്ഡലത്തിലാണ്. നെഹ്റു ട്രോഫിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കുട്ടനാട് പാർലമെൻറ്റ് മാവേലിക്കര മണ്ഡലമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫിനിഷിംഗ് പോയിന്റ് പുന്നമടക്കായൽ ആലപ്പുഴ മണ്ഡലത്തിലാണ്. പക്ഷേ അവിടെ വരുന്ന മൊത്തം ആളുകളുടെ കാണാൻ വരുന്നതിൻ്റെ പകുതിയും കുട്ടനാട്ടുകാരുമാണ്. വള്ളങ്ങളെല്ലാം കുട്ടനാട്ടിൽ നിന്നുള്ള വള്ളങ്ങളാണ്. ആ പേരുകൾ തന്നെ കൈനഗരി, നെടുമുടി, പായിപ്പാട്, അല്ലെങ്കിൽ ചമ്പക്കുളം എല്ലാം കുട്ടനാടിൻ്റെ പേരുകളാണ്. അപ്പോൾ വള്ളംകളി ഒരു ഹരമാണ് നമുക്കെല്ലാവർക്കും. ഈ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ വള്ളംകളി നടക്കുന്നത്. മിക്കവാറും വള്ളംകളികൾക്കെല്ലാം സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് ഞാനാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന സർക്കാർ ഈ മൺട്രോത്തുരുത്ത് വള്ളംകളി നടത്തിയില്ല, CBL നടത്തിയില്ല. അവസാനം പഞ്ചായത്ത് തീരുമാനമെടുത്തു വള്ളംകളി നടത്തണം. അത് അവിടുത്തെ ഒരു വികാരമാണ്. മൺട്രോത്തുരുത്തുകാരുടെ ഓണം എന്ന് പറയുന്നത് 28ാം ഓണമാണ്. ഈ ഓണമല്ല, അവരുടെ ഓണം 28ാം ഓണം. 28ാം ഓണത്തിനാണ് വള്ളംകളി നടക്കുന്നത്. അന്നാണ് ഈ ലോകത്ത് എവിടെയെങ്കിലും മൺട്രോത്തുരുത്തുകാരുണ്ടെങ്കിൽ അവരെല്ലാം വരുന്നത് 28ാം ഓണത്തിനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ഇടപെട്ട് സ്പോൺസർമാരെ കണ്ടെത്തി ആ വള്ളംകളി നടത്തി കൊടുത്തത്, സ്പോൺസർഷിപ്പിലൂടെ പല കമ്പനികളെ വിളിച്ച്. ഇത്തവണയും അത് തന്നെയാണ്. മൂലം വള്ളംകളിക്കും സ്പോൺസർമാരെ നമ്മൾ IREL, അതുപോലെ തന്നെ കൊച്ചി ഷിപ്പ്യാർഡൊക്കെ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചു കൊടുത്താണ് അത് നടത്തിയത്. ഇവിടെയും അത് തന്നെ. ഇപ്പോൾ നടക്കാൻ പോകുന്ന വള്ളംകളികളുടെ എല്ലാം മാവേലിക്കര മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ വള്ളംകളിക്കും സ്പോൺസർഷിപ്പ് നമ്മളാണ് അത് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് വള്ളംകളി നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പരമ്പരാഗതമായ ഒരു ആഘോഷമാണ്. അതിന് ആയിരക്കണക്കിന് ചെറിയ വള്ളങ്ങളായിരുന്നാൽ പോലും ആ വള്ളംകളി കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കൂടുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ഡലത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റില്ല. പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തി വരുന്നു, അതുപോലെ അയ്യങ്കാളി ജയന്തി, അവട്ടം വരുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ഇല്ലെന്നുള്ളതാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ പോയി ഊണ് കഴിക്കുക, അപ്പോൾ തന്നെ തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ ഓണം. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ പാർലമെന്റ് മണ്ഡലത്തിലൊന്നാണ് മാവേലിക്കര. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓടിയാൽ പോലും എത്തിത്തീരാൻ കഴിയാത്തത്ര
വലുപ്പമുള്ള ഒരു മണ്ഡലം. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അതുപോലെയാണ്. എന്ന് ജനപ്രതിനിധിയായോ അന്നു മുതൽ ജനസേവനത്തിനായുള്ള ഓട്ടത്തിലാണ്. ഇനിയും ആ ഓട്ടം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം.